വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അത് ഈ തണുപ്പത്ത് എന്ത് കഷ്ടമാണ്. എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് വയ്യ. എന്ത് പറയാനാണ്, ഊട്ടിയിലെ മഴയത്ത് തന്നെ പറഞ്ഞു കേട്ടോ. അത് നനഞ്ഞുകൊണ്ട് ഈ ഒരു ലെവലിൽ മഴയത്ത് പറഞ്ഞു, അത് സെറ്റ് സീനറിയാണ്. റെയിൻകോട്ട് ഞാൻ അകത്തിട്ടിരിക്കുക, എൻ്റെ പോർട്ടബിൾ റെയിൻകോട്ട്. എൻ്റെ ഒരു അവസ്ഥ നോക്കണേ, ഞാൻ ഹെൽമെറ്റ് ഊരാൻ പോലും മറന്നുപോയി. ഇവിടെ വഴിയിൽ ഊട്ടിയിൽ വന്നിട്ട് ഇതാ ബീട്രൂട്ടുണ്ട്, ക്യാരറ്റുണ്ട്, 3 ഐറ്റം ക്യാരറ്റ് അല്ലേ. ഇന്നലെ തുടങ്ങിയ മഴയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊരു പിടിയുമില്ല. ഊട്ടിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വെച്ചാൽ ഇങ്ങോട്ട് കയറിയത്. മഴയാണെങ്കിൽ അതിനും അത് രക്ഷയില്ല. എന്തായാലും ഈ മഴയത്ത് ഇനി ഊട്ടി കാണാൻ നടക്കത്തില്ല. വേറൊരു പ്രാവശ്യം ഊട്ടിയിലേക്ക് വരാനാണ് പ്ലാന്. എന്തായാലും കുറേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, ഊട്ടി വരണം, കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം. പക്ഷെ അത് നടക്കാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷെ എൻ്റെ ഒരു പോർട്ടബിൾ കോട്ടുണ്ട്, പക്ഷെ വലിയ പ്രയോജനം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, പ്രയോജനമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയറിനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ. ഈ ഒരു ചെറിയൊരു ഇത് ഹോട്ടലാണ്, ഇത് വീടാണെന്ന് തോന്നുന്നു കേട്ടോ. ക്യാമ്പ് ഫയറിനുള്ള തടിയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുക. നനഞ്ഞ് കിടക്കണം മാത്രമേ ഉള്ളൂ. അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒരു ഇത് ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, ഈ പൈൻമരമൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കേട്ടായിരുന്നു. ഇപ്പം എനിക്ക് പണി കിട്ടിയിട്ടില്ല എന്ന് പറയാൻ ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടില്ല. റെയിൻകോട്ട് എടുക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ റൈഡിങ് ജാക്കറ്റ് ഏകദേശം ഒരു 12 കിലോ വെയിറ്റ് ഉണ്ട്. 12 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ സാധനത്തെ തൂക്കി, പിന്നെ ബാഗും ഏകദേശം ഒരു 10-25 കിലോ, എല്ലാം കൂടെ നല്ലൊരു വെയിറ്റ് ഉണ്ട്. പിന്നെ ഈ റെയിൻകോട്ടും കൂടെ താങ്ങാൻ പറ്റാത്തത് എടുക്കാത്തത്. പക്ഷേ ഞാൻ എടുത്തു എൻ്റെ റെയിൻകോട്ട്, കണ്ടോ, എൻ്റെ പോർട്ടബിൾ റെയിൻകോട്ട്. പക്ഷേ ഇതുകൊണ്ട് സംഭവം വെർത്താണ് കേട്ടോ. എനിക്ക് ഇപ്പോഴേ എൻ്റെ ഉപയോഗം കിട്ടും. കാരണം വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് വലിയ മഴ ഒതുങ്ങണമല്ലോ, ചെറിയ മഴയൊക്കെ നോർമലി താങ്ങാൻ പറ്റുന്നൊരു കിടില സാധനമാണ്. അപ്പോൾ ഇതൊരിക്കലും പ്രൊമോഷൻ ചെയ്യണം, അപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്യണമെന്നല്ല. അപ്പോൾ നിങ്ങളിങ്ങനെ യാത്ര പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനം കൈ കരുതിയാൽ ഏറ്റവും ബെസ്റ്റാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ എൻ്റെ ഒരു ബാഗിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പൊക്കിയെടുത്തിട്ട് ഒരു രക്ഷയില്ല. വെയിറ്റ് എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട്. ഷൂ ഉണ്ട്, ഹെൽമെറ്റ് എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. അപ്പം നോക്കി ഈ ഒരു സാധനം ഉണ്ടേ വെറുത്താ കേട്ടോ. അപ്പം യാത്ര പോകുന്ന ആൾക്കാർ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ തൂക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊണ്ട്, ജസ്റ്റ് 50 രൂപ 60 രൂപയുള്ളൂ മാർക്കറ്റിൽ. അപ്പം ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഇന്നലെ തുടങ്ങിയ തണുപ്പ് മഴ ഒരു രക്ഷയില്ല. വന്നപ്പോൾ തുടങ്ങിയ മഴയാണ്, ഇതുവരെ കുറഞ്ഞിട്ടില്ല ഊട്ടിയിൽ. ഊട്ടി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ ഇങ്ങനത്തെ പണി തരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി എന്താവും ഏതാവും, മഴ തോന്നിട്ടില്ല. ഇവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് പോകുന്ന ഒരു പിടിയുമില്ല. എന്തായാലും മഴയാണെങ്കിൽ ഇന്ന് പോയേ പറ്റൂ. ആ മരം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം തണുപ്പുണ്ടെന്നു. അങ്ങോട്ടൊക്കെ പോയൊരു വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ പോകാൻ പറ്റുന്നില്ല ഈ മഴയും തണുപ്പും കൊണ്ട്. ഇപ്പം രാവിലെ കാപ്പിയൊന്നും കുടിക്കുന്നില്ല. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാനാണ് നോക്കുന്നത്. കാര്യം അറിയാമോ, നമ്മൾ ടൈം അത്യാവശ്യം നല്ല ടൈമുണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. ഇപ്പം എല്ലായിടത്തും റെഡ് അലർട്ടും എല്ലായിടത്തും എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഊട്ടിയിലെ വിഷയമൊന്നും കാണിക്കുന്നില്ല. ഇവിടെ നിന്ന് എസ്കേപ്പാണ്, നല്ല മഴ പെയ്യാണ്. ഞാൻ ബാഗൊക്കെ കവറൊക്കെ വെച്ച് പൊതിച്ചിട്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം എവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് മാപ്പിട്ട് പോകാനുള്ള ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പം എത്രത്തോളം അത് ക്ലിയർ ആണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഷൂ ഒക്കെ ഞാൻ എൻ്റെ വണ്ടിയിൽ കെട്ടി ഒരു കവർ വാങ്ങിച്ച് വണ്ടിയിൽ കെട്ടിച്ച്, അത്രയ്ക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഇനിയിപ്പം 570 കിലോമീറ്റർ സഞ്ചരിക്കണമെന്നൊരു കാര്യം ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതല്ലേ, മഴ പെയ്തുകൊണ്ടിരിക്കുക. ഊട്ടി വന്നിട്ട് എന്തായാലും യവൻ ഓക്കെ ആണെന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യം അവൻ എന്നെ പറ്റിക്കത്തില്ല. നമുക്ക് എന്തായാലും പോകെ എന്തെങ്കിലും വിഷ്വൽ കിട്ടണമെങ്കിൽ കാണിക്കാം, അല്ലാതെ എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. എനിക്കിപ്പോൾ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എടുക്കാൻ പറ്റുന്നില്ല. അതാണ് വേറെ സംഭവം. വന്നിട്ട് ഈ പെരുമഴയത്ത് വീഡിയോ എടുക്കാൻ പറ്റാതെ ഞാൻ അവിടെ തുടങ്ങിയിരിക്കുകയാണ്. ബാക്കിലൂടെ ഫോണാണ് കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. അകപ്പാടെ ഒരു പെട്ട അവസ്ഥയാണ്. ഞാൻ ഫോണും മൊത്തം നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഊട്ടി വന്നിട്ട് വീടെടുക്കാൻ പറ്റുന്ന എൻ്റെ അവസ്ഥ. നിങ്ങളാരെങ്കിലും ഊട്ടിയിലെ പെരുമഴയത്ത് ഇങ്ങനെ വന്ന് ഊട്ടി വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് അവസാനം ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും.
സമാധാനം. മണി ഇപ്പോൾ 9:30 ഞാനൊരു ബാങ്കിൽ നിന്ന് ATM കയറിയതാണ്. എത്ര സാധനങ്ങളായിരിക്കും, താക്കോല്, ഫോണിൻ്റെ കീ, എല്ലാ സംഭവമായിരിക്കും. ഇപ്പോൾ പോകാം. ഒരു ഗതികെട്ട സമയത്താണ് ഊട്ടി കയറാൻ പറ്റിയത്. കേരളവും ഊട്ടിയും തമിഴ്നാട് മൊത്തം മഴയാണല്ലോ ഈശ്വര. ഒരു ചായ കുടിക്കാൻ ഊട്ടി വരെ വരേണ്ടി വന്നു. കഷ്ടമാണ് നോക്കണേ. ഇതാ ചായ പെട്ടെന്ന് നടത്തു പോകും. ഓക്കെ, ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. കരുതറിയാമോ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എപ്പോഴെത്തുന്നൊരു പിടിയുമില്ല. അതെ, ഊട്ടി വന്നിട്ട് ഇഡ്ഡലി സാമ്പാറും കഴിക്കാം. മഴയെങ്കിൽ മഴ. കാർ ചുറ്റി വയ്ക്കണം. അതെന്നെ തക്കാളി ചട്നിയാ? വടയുണ്ട്, നല്ല സൂപ്പർ ഉണ്ട് കേട്ടോ. ഈ മഴയത്ത് ഇതുപോലെ ഒരു കടയിലൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റുന്ന സെറ്റാണ്. എൻ്റെ ഒരു അവസ്ഥ നോക്കണേ, ഞാൻ ഹെൽമെറ്റ് ഊരാൻ പോലും മറന്നുപോയി. അവിടുത്തെ അക്ക പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് ഹെൽമെറ്റ് ഊരാൻ മറന്നത്. എൻ്റെ വണ്ടിയിൽ കാവലെടുത്ത് ഞാൻ നിർത്തിയിട്ട് കേട്ടോ, പുള്ളിക്കാരൻ നോക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം മഴ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഓടയൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം ഇത്രയും നല്ല വ്യൂ കാണാൻ പറ്റാത്ത ഈ മഴ എന്ത് പറയാനെന്ന്. ഊട്ടി വന്നിട്ട് ഇങ്ങനൊരു ഗതി വന്നല്ലോ ഈശ്വര. എനിക്ക് അവിടെ മുകളിലേക്ക് കയറണമെന്നുണ്ട്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക, കണ്ടില്ലേ? ഇവിടെ ചായ കുടിച്ച് ഒരു 3 ഇഡ്ഡലിയും കഴിച്ചപ്പോൾ 65 രൂപ ഒരു വട കഴിച്ചോട്ടോ. നമ്മൾ സെറ്റാണ്. അപ്പം കോയമ്പത്തൂർ 83 കിലോമീറ്റർ. നിങ്ങൾ കോയമ്പത്തൂർ അപ്പോൾ ഉണ്ട്, കോട താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക, കണ്ടില്ലേ? മഴ ഇങ്ക മറ്റും അല്ലേ, കേരളത്തിലെ മഴ ഇருக்கு എല്ലാവരും മഴ. ഞാൻ ഇന്നലെ രാത്രി വന്ന് ഊട്ടി ഒന്നും പാക്ക മുടിയല്ലേ. ചെന്നൈ മഴ. ഇവിടുത്തെ ചേച്ചി പറഞ്ഞേട്ടാ ചെന്നൈയിൽ മഴയാന്ന്. പുയല് കാറ്റിருக்கு. അത് കേരള പക്കത്തിലെ വരുമെന്ന് சொன்னுச்சே. 2 നാളുകൾ വരുമാ? ഓക്കെ. ഇവിടെ വഴിയിൽ ഊട്ടിയിൽ വന്നിട്ട് ഇതാ ബീട്രൂട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, 3 ഐറ്റം ക്യാരറ്റ് അല്ലേ. അതൊന്ന് കുഞ്ഞ് തള്ളി നില്ല ചേച്ചി. അതെന്നെ സാധനം? മുള്ളങ്കിയാ? ഇതൊന്ന് കേരള പക്കത്തിൽ വരുമാ? ഞാൻ പാക്കല ഇതുവരെ ഇങ്ങ കിട്ടുമ്പോഴാ കേരള പോരാ മടിയാ. ഓക്കെ. ചേച്ചി പറയുന്നത് കേരളത്തിൽ മാത്രമേ ഇത് കേരളത്തിൽ വരത്തില്ല, ഇവിടെ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ. ഇതൊക്കെ വന്നിട്ട് ഇവിടെ കാണാതെ പോകണം ശരിയല്ലല്ലോ. ഈ വ്യൂ പോയിൻ്റെ അടുത്തിന് സാധനമുള്ള കേട്ടോ. ഊട്ടിയിലെ വീട്ടിലിരിക്കുന്നുണ്ടോ? ഓ സെറ്റ്. ഊട്ടിയിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കാഴ്ച കാണാൻ പറ്റിയ. ഇപ്പം ഏകദേശം താഴെ നിൽക്കുക അല്ലേ. ഒരു കുരങ്ങ് എന്തോ കടിച്ചുകൊണ്ട് പോകുക. ഇത് രണ്ടുപേരും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടില്ലായിരുന്നോ? അത്യാവശ്യം കോട താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു ഫോട്ടോ എടുക്കുകയാണ്. അവിടെ പോലീസ് ചെക്കിങ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം സെറ്റല്ല. ഏടാ മോനെ, എൻ്റെ അമ്മോ, ഇതാരിത് നോക്ക്, കണ്ട മക്കളെ മോട്ടിക്കാൻ വന്നത്. ഇതൊക്കെ പ്രശ്നങ്ങൾ കണ്ടു നോക്ക്, കണ്ട ഇവിടെ പൂടെ അങ്ങോട്ട്. എൻ്റെ ഒന്നുമില്ല, എന്താ എന്തെങ്കിലും എടുത്ത് ഞാൻ അപ്പം ഇത് സത്യം പോലെ എടുത്തോണ്ട് പോകാൻ, വേറെ വിഷയം. ഓക്കെ. ഓക്കെ. ഇങ്ങോട്ട് തമിഴ്നാട്. എന്താ ഊര്? കോയമ്പത്തൂർ കുറച്ച് നേരം വീട്ടിൽ കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ടായിരുന്നു. നമുക്ക് തിരിച്ചു പോവാം, സമയമില്ല. ഓക്കെ ബൈ.
வந்து இன்னைக்கு கலாம்பேல் ரெக்கார்டுக்கு பங்கெடுத்தது ஊட்டி பார்த்துட்டு திரும்பி போகிறது. ஊட்டி பார்க்க முடியல, மழை இல்லை, நேற்று மழையாச்சு. தேங்க்ஸ் சார். சார் கோயம்புத்தூர் வந்து நமக்கு hours travel.